സംഭവം കുറച്ച് ഓവറാണ്, എന്നാലും ഒരു സന്തോഷം. രാവിലെ മുതലുള്ള ഒടുക്കത്തെ പണിയും പിന്നെ ഭയങ്കര ക്ഷീണവും എന്താണെന്നറിയില്ല. ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് ഉറങ്ങി. ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ ഒരാഗ്രഹം, അമ്പലത്തിൽ പോകണം. ഇപ്പോൾ എല്ലാം ഒറ്റ മൈൻഡാണ്. എന്താണെന്നറിയില്ല, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ എല്ലാം എനിക്കങ്ങനെയാണ്. എല്ലാം പെട്ടെന്ന് ചെയ്യണം. പക്ഷെ അതിനൊരുപാട് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ദോഷങ്ങളാണ് കൂടുതലൊന്നും. ഈ തവണ കൂടെ വരാൻ കസിനും ഉണ്ട്. അങ്ങനെ നേരെ എറണാകുളത്തപ്പൻ അമ്പലത്തിലേക്ക്. അങ്ങനെ ഇതാ അമ്പലത്തിലെത്തി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഒരു ചെറിയ ക്യൂ. നോക്കിയപ്പോൾ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങി. നല്ല അടിപൊളി പായസം, പക്ഷെ ഇച്ചിരി മധുരം കൂടുതലാണ്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേറെ പ്ലാനുണ്ട്. അങ്ങനെ അധികം ഫുഡി അല്ലാത്ത കസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം വന്നത് ലോഡഡ്. ഇവിടുത്തെ ഈ ലോഡഡ് ഫ്രൈസ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ മറ്റൊരു കസിനുണ്ട്, ബ്ലഡി ഫുൾ. അവനാണ് എന്നെ ഇത് സജസ്റ്റ് ചെയ്തത്. അന്നു മുതൽ എനിക്കിതെന്തോ ഒരു വല്ലാത്തൊരിതാണ്. അങ്ങനെ അവിടുന്ന് ഒരു പാഴ്സലും വാങ്ങി ഞങ്ങൾ കാറിലിരുന്ന് കഴിച്ചു. കസിന് ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു മാച്ച് ജയിച്ച സന്തോഷമായിരുന്നു എനിക്ക്. ഇനി അടുത്ത സ്പോട്ടിലേക്ക്. അത് മറ്റൊന്ന്, നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം കൂടാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല മന്തി എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ അൽഫസ്ലൂഫ് ചിക്കൻ മന്തി. വാവ്, അതൊരു വല്ലാത്ത ഒരു ഫീലാണ്. ഒരുപാട് പേരെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ മന്തി. നമ്മൾ സജസ്റ്റ് ചെയ്ത ഫുഡ് കഴിച്ചിട്ട് കൊള്ളാമെന്നൊരാൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അങ്ങനെ മന്തിയും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്റ്റാർട്ടറായി, മെയിൻ കോഴ്സായി, ഇനിയൊരു ഡെസേർട്ട് കൂടി ആവാം. അങ്ങനെ നല്ല അടിപൊളി മന്തി കഴിച്ച ക്ഷീണം ചെറിയൊരു ചീസ് ബോംബിൽ തീർക്കാൻ ഞങ്ങൾ എത്തിയത് സൈൻ ലബാനിലാണ്. ഒടുക്കത്തെ മധുരമാണ് കഴിച്ച്. കുനാഫ് ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കിത് ഓക്കെയാണ്. ഒരിക്കൽ ഞാനിത് അച്ഛന് വാങ്ങിക്കൊടുത്തു. അച്ഛനാണെങ്കിൽ അത് ഒറ്റ ഇരിപ്പിനിരുന്ന് പകുതിയും കഴിച്ചു. എനിക്കാണ് ഈ മധുരം വായി നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇനി മധുരം ചെടിച്ചിട്ടാണോ അതോ എൻ്റെ അഹങ്കാരം കൊണ്ടാണോ എന്നറിയില്ല. നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു, അൽത്താസ. പെട്ടെന്നൊരാഗ്രഹം, മന്തിയുടെ മണ്ടയ്ക്ക് ഒരു ഷവർമ കൂടി ആയാലോ. ഒരു അടിപൊളി ലെയറാവും. ഈ അൽത്താസ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്ന ഷോപ്പൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റേറ്റാണ് എന്നെ അങ്ങ് സങ്കടപ്പെടുത്തുന്നത്. ഈ ഷവർമയ്ക്കൊക്കെ ഇത്ര റേറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്തോ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ചുരുക്കം പറഞ്ഞ ഇന്നത്തെ ഫുഡ് അടി കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. ഇത് കാണുന്ന എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നുണ്ടോ ഇവരൊക്കെ ഫുൾ ടൈം പുറത്തുനിന്ന് ഫുഡായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒറ്റ മൈൻഡിൽ സംഭവിക്കുന്നതാണ്. പിന്നെ ഒരു വീഡിയോ കണ്ടന്റും. അപ്പം അത്രേ ഉള്ളൂ. ബൈ, സ്റ്റേ ഹെൽത്തി.